ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ച ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രാജ്യത്ത് മതനിയമങ്ങളല്ല വേണ്ടതെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ സിവിൽ നിയമം ബാധകമാക്കണം. ജനം TV പുത്തൻ പുലരിയിൽ അതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം. ഓരോ മതസ്ഥരും അവരുടേതായ നിയമം വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. വഖഫ് അധിനിവേശത്തിനെതിരായ സമരം, മുനമ്പത്തെ സമരം ന്യായമാണെന്നും സെബാസ്റ്റ്യൻ പോൾ കൂട്ടിച്ചേർത്തു. ആ സമരം ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. അവർ ഭൂവുടമകളൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നവരാണ്. അവർക്കുള്ളത് ആ ഭൂമിയാണ്, ആ കിടപ്പാടമാണ്. അത് സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ സമരത്തിൽ പങ്കുചേരുക എന്നത് ന്യായബോധമുള്ള ഏത് ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വമാണ്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനവിടെ പോയിട്ടില്ല, എന്നെ അങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചിട്ടുമില്ല. പക്ഷെ അവസരം കിട്ടുന്ന മുറയ്ക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇടത് സഹയാത്രികനായ സെബാസ്റ്റ്യൻ പോളിന്റെ ഭാഗത്ത് നിന്നും വന്ന ഒരു മറുപടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇടത് അനുകൂലികൾ പോലും പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം മുനമ്പത്ത് ജനങ്ങൾക്ക് ആകെയുള്ളത് ആ ഒരു ഭൂമിയാണ്. അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ ഈ സമരത്തിന് ഇറങ്ങിത്തിരിച്ചത്. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഇല്ല. ഓരോ മതസ്ഥർക്കും അവരവരുടേതായ നിയമം വേണമെന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യ രാജ്യത്തിൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണം രാജ്യത്തെ നിയമങ്ങൾ പോകാൻ വേണ്ടി. ഓരോ മതത്തിനും അവരുടേതായ നിയമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ കഴിയുക എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചോദിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഏകീകൃത സിവിൽ കോഡിനെ CPM അടക്കം എതിർക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആ ഏകീകൃത സിവിൽ കോഡിനെതിരായ പ്രചാരണങ്ങൾ നടത്തുന്ന അതേ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഏകീകൃത സിവിൽ കോഡിനെ താൻ എതിരല്ല. രാജ്യത്ത് ഒരു നിയമം തന്നെയാണ്, പല നിയമങ്ങൾ, പല മതങ്ങൾക്ക് പല നിയമങ്ങളല്ല വേണ്ടത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായി തന്നെ കാനൻ നിയമം, ക്രിസ്ത്യൻ സമൂഹം കാനൻ നിയമം നടപ്പിലാക്കണമെന്നും മറ്റ് ഓരോ മതക്കാരും അവരുടേതായ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നും പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ജനം TVക്ക് മുന്നിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല, മുനമ്പത്തെ സമരത്തിനോട് ഐക്യദാർഢ്യപ്പെടുകയാണ് താൻ എന്ന കാര്യം അന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇന്ന് കൂടുതൽ ശക്തമായി തന്റെ നിലപാടുകൾ ജനം TV പുത്തൻ പുലരിയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നതാണ് ഇതിന്റെ ഏറ്റവും ശക്തമായ ഒരു നിലപാട്. ഏറ്റവും സുവ്യക്തവുമായ നിലപാടിലേക്ക് അദ്ദേഹം കൂടുതൽ അടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്വാഭാവികമായും ഇടത് സഹയാത്രികനായി നിൽക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ മുൻ MP ആണ്, മുൻ MLA ആണ്. പാർട്ടിയുടെ എല്ലാ പൊതുപരിപാടികളിലും സാധാരണ നിലയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ വഖഫ് ഭേദഗതി നിയമത്തിലും ഒപ്പം തന്നെ മുനമ്പത്തെ വിഷയത്തിലും തന്റെ അഭിപ്രായം പാർട്ടിക്കൊപ്പമല്ല, തന്റെ അഭിപ്രായം ഇടതുപക്ഷത്തിനൊപ്പമല്ല എന്ന് തന്നെയാണ് കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ മതനിയമങ്ങൾ നടപ്പിലാക്കുകയല്ല വേണ്ടത് എന്ന കാര്യത്തിൽ സെബാസ്റ്റ്യൻ പോൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വഖഫ് ഭേദഗതി നിയമം ബില്ല് പാസാക്കുകയാണ് ഇതിന് ഏക പരിഹാരം. മാത്രമല്ല, ആ സമരപ്പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. ശാരീരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മുമ്പ് പോയിട്ടില്ല. എന്നാൽ സമരസമിതി തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, തന്നെ വിളിക്കുകയാണ് എങ്കിൽ അവിടെ എത്തിക്കൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുകൂടിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അങ്ങനെ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ഇടതുപക്ഷത്ത് തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. നിലവിലെ നിലപാടുകളിൽ പ്രതിഷേധമുള്ള നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്, നേതൃത്വം രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം അവിടെ മുനമ്പത്ത് തീരദേശ ജനത ഏറെ നാളുകളായി സമരത്തിലാണ്. 43 ദിവസം പിന്നിട്ട ആ സമരത്തോട് അവിടെ ഉറപ്പുകൾ നൽകുക എന്നതിനപ്പുറം ആ ഉറപ്പുകൾ പോലും അവർ വിശ്വസിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സമരം 42 ദിവസം പിന്നിട്ടപ്പോൾ മാത്രമാണ് മുനമ്പത്ത് സമരം ചെയ്യുന്ന ജനതയുമായി ഒരു ചർച്ചയ്ക്ക്, ഓൺലൈൻ ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായത്. ഒരിക്കൽ പോലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ ആ സമരപ്പന്തലിൽ ഒരിക്കൽ പോലും എത്തിയിരുന്നില്ല. അവരോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നില്ല, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നില്ല.
അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പുകളെ ഒരു ഘട്ടത്തിലും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറല്ല. അവർ പറയുന്നത് സമരം ഈ രംഗത്ത് തുടരുമെന്ന് തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് സമരം അവസാനിപ്പിക്കാനും സമരപ്പന്തൽ തന്നെ പൊളിച്ചു നീക്കിക്കൊണ്ട് മുനമ്പം സമരം എന്നേക്കുമായി തീർക്കാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഇടതു വലതു മുന്നണികൾ നടത്തുന്നു. അതിനെതിരെ നിലനിന്നുകൊണ്ട് അല്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം അതിലുള്ള ഏറ്റവും ശക്തമായി തന്നെ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകൾ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്യുമ്പോഴാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ അവരുടെ കൂടുതൽ വ്യക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ സിവിൽ നിയമങ്ങൾ, രാജ്യത്ത് നിലവിലുള്ള സിവിൽ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നത് തന്നെയാണ് നിയമജ്ഞൻ കൂടിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം സിവിൽ നിയമങ്ങൾക്ക് ഒരു സിവിൽ നിയമത്തിനും അപ്പുറമല്ല, രാജ്യത്തെ നിലവിലുള്ള ഭരണഘടനയ്ക്ക് അപ്പുറമല്ല ഇത്തരത്തിലുള്ള മതനിയമങ്ങൾ. ഓരോരുത്തരും ആ മതനിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ, ഓരോരുത്തരും ആ മതനിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് എങ്ങനെയാണോ ഈ വഖഫ് നിയമം, കാരണം വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് പറയുന്നതൊക്കെ പോലെ കാണുന്ന ഭൂമിയെല്ലാം തന്നെ അവകാശവാദം ഉന്നയിക്കുന്നതോടുകൂടി ഏക്കർ കണക്കിന് ഭൂമികൾ അവരുടേതായി മാറുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷികൾ അക്കാര്യം സ്ഥിരീകരിക്കുന്നതോടെ, അവർക്ക് വേണ്ടപ്പെട്ട സാക്ഷികൾ പോലും അക്കാര്യം സ്ഥിരീകരിക്കുന്നതോടുകൂടി പല ഭൂമികളും രാജ്യത്തുള്ള പല ഭൂമികളും വഖഫ് ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യൻ പോൾ, മുൻ പാർലമെന്റ് അംഗമാണ്, നിയമസഭാ അംഗമാണ്, നിയമസഭാ സാമാജികനെല്ലാമായിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM-ന് കൂടുതൽ കൃത്യമായ നിലപാട് പറയേണ്ടി വരും. സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കും എന്ന കാര്യം കൃത്യമായി തന്നെ പറയാൻ, അവർക്ക് കൃത്യമായി തന്നെ മറുപടി പറയാൻ തയ്യാറാകേണ്ടി വരും പാർട്ടി എന്നതിലേക്ക് തന്നെയാണ് ഈ വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല ഏകീകൃത സിവിൽ കോഡിലടക്കം പാർട്ടിക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ഉള്ളത് എന്നത് കൂടി പാർട്ടി വ്യക്തമാക്കേണ്ടി വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ അടക്കമുള്ള ഈ അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ. ദേവിക, ശരി, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത് ജിജീഷ് കരുണാകരൻ.